ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ ഏക് തിൻക എന്നുള്ള കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏട്ട് കോ യഹാ ബിച്ചാരി ക്യോ കഹാ ഗയാ ഹെ. ഈ അഹങ്കാരത്തിനെ ഏട്ട് എന്ന് പറഞ്ഞ ഗർവ്, അഹങ്കാരം, ഇതിനെ എന്തുകൊണ്ടാണ് ബിച്ചാരി, അയ്യോ പാവം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം कवि ने ऐंठ को बेचारी इसलिए कहा है क्योंकि वह एक छोटे से तिनके के सामने तक टिक नहीं पाई. एक तिनके के सामने ऐंठ हार गई. അതായത് ഇവിടെ ഏട്ടിനെ, അതായത് അഹങ്കാരത്തിനെ ഒരു ബിച്ചാരി, പാവം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് एक छोटे से तिनके के सामने तक, അതായത് ഒരു ചെറിയ ഒരു ഉണങ്ങിയ ഒരു പുൽക്കഷ്ണത്തിന്റെ മുന്നിൽ പോലും ടിക് നെഹി പായി. ടിക് നെഹി പായി എന്ന് വെച്ചാല് നിലനിൽക്കാനായിട്ട് പറ്റിയില്ല. एक तिनके के सामने ऐंठ हार गई. ഈ തിൻക, ഈ ചെറിയ ഒരു പുൽക്കഷ്ണത്തിന്റെ മുന്നിൽ ഈ അഹങ്കാരം തോറ്റുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ബിച്ചാരി അല്ലെങ്കിൽ പാവം എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് കളിയാക്കിയിട്ടാണ്. ഇപ്പം ചില കോമ്പറ്റീഷനിലൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിയാക്കും, അയ്യോ പാവം തോറ്റുപോയല്ലോ എന്നുള്ള രീതിയിൽ. അത് ശരിയല്ല, കളിയാക്കുന്നത് ശരിയല്ല, പക്ഷെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ആ രീതിയിൽ ഇങ്ങനെ അഹങ്കാരത്തിനെ കളിയാക്കി പറഞ്ഞിരിക്കുകയാണ്. അയ്യോ പാവം, ഒരു പുൽനാമ്പിന്റെ മുന്നിൽ പോലും നിനക്ക് നിൽക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഈ ഒരു കവിത തന്നെ അങ്ങനെ ഒരു വ്യംഗ്യാത്മകമായിട്ടുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. एक तिनका है बहुत तेरे लिए, यहाँ तिनका क्या क्या हो सकते हैं. അപ്പം एक तिनका है बहुत तेरे लिए എന്നുള്ള ആ ഒരു വരിയിൽ അദ്ദേഹം തിൻക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തിൻക എന്ന് പറയുന്നത് പല പല കാര്യങ്ങളായിരിക്കാം. തിൻക കിസി ഛോട്ടി സി സമസ്യ ക പ്രതീക് ഹോ സക്താ ഹെ. തിൻക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സമസ്യ, ഒരു പ്രശ്നത്തിന്റെ പ്രതീകമായിരിക്കാം. പരാജയ ക പ്രതീക് ഹോ സക്താ ഹെ, ഒരു ഫെയിലിയർ എന്നുള്ള രീതിയിലായിരിക്കാം. മാനവ് കംസോറി ക പ്രതീക് ഹോ സക്താ ഹെ, മനുഷ്യന്റെ വീക്ക്നെസിന്റെ പ്രതീകമായിരിക്കാം. कमजोरी എന്ന് വെച്ചാൽ വീക്ക്നെസ്. या ईश्वर की चेतावनी या प्रकृति की शक्ति भी माना जा सकता है जो मनुष्य के घमंड को तोड़ देती है. ഇത് ഈശ്വരന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സൈഡിൽ നിന്നുള്ള ഒരു ചേതാവ്നി എന്ന് വെച്ചാൽ ഒരു വാർണിംഗ് ആയിരിക്കാം. എന്താണ്, ഒരു മുന്നറിയിപ്പ് പോലെ തരുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കാം. ബി മാന ജാ സക്താ ഹെ എന്നാണ് പറയുന്നത്. ആയിരിക്കാം എന്നേ പറയുന്നുള്ളൂ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ജോ മനുഷ്യക്ക് ഗമണ്ട് കോ തോട് ദേത്തി ഹെ, മനുഷ്യന്റെ അഹങ്കാരത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്നൊരു വാർണിംഗ് പോലെ ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളത് നമ്മളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചിട്ട് എഴുതാം. ഓക്കെ, കൃത്യമായിട്ട് ഇന്നതാവണം എന്നില്ല. അപ്പം മനുഷ്യർ പല കാര്യത്തിൽ അഹങ്കരിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധി സ്ട്രോങ് ആണെന്നുള്ള രീതിയിൽ അഹങ്കരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫെയിലിയർ വരാം, ബുദ്ധിപരമായ കാര്യത്തിൽ, അപ്പൊ അത് അവരെ ബ്രേക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര പൈസക്കാരനാണെന്നുള്ള രീതിയിൽ, വെൽതി ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ പല കാര്യത്തിനെ ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വെൽതി ആയിട്ടുള്ള ആളുകളുടെ ജീവിതം പല നാച്ചുറൽ കലാമിറ്റീസിന് ശേഷം ഒരുപാട് മാറിപ്പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, പല പല കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അവരുടെ തന്നെ ഏതെങ്കിലും ഒരു വീക്ക്നെസ് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അവരുടെ അഹങ്കാരം ബ്രേക്ക് ആവുന്നതായിരിക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമൂനെ के अनुसार कविता की पंक्तियों को बदलकर लिखे. जैसे एक तिनका आंख में मेरी पड़ा, मेरी आंख में एक तिनका पड़ा. അപ്പൊ നമൂന എന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്നാണ് അർത്ഥം, ഉദാഹരണം. അപ്പൊ ഉദാഹരണം നോക്കിയിട്ട് അതേപോലെ ഈ കവിതയിലെ സെന്റൻസ് മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഏക് തിൻക ആഖ് മേ മേരി പട എന്നുള്ളതാണ് കവിതയിൽ തന്നിട്ടുള്ള വരി. അതിനെ മേരി ആഖ് മേ എന്നാക്കിയിട്ട് മാറ്റി സബ്ജക്റ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. മേരി ആഖ് മേ എക് തിൻക പട. അതേപോലെ തന്നെ വേറെ കുറച്ച് സെന്റൻസും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, മൂഠ് ദേനെ ലോഗ് കപ്പടേ കി ലഗേ. അപ്പം ഇവിടെ നോക്കൂ, ലോഗ് എന്നുള്ളത് പിന്നീടാണ് വരുന്നത്. ലോഗ് വെച്ചിട്ടല്ല, അതാണല്ലോ അതിലെ സബ്ജക്റ്റ്. ആളുകൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആളുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത രീതിയിൽ സെന്റൻസ് എഴുതുക. ലോഗ് കപ്പടോ കി മൂഠ് ദേനെ ലഗേ. അടുത്തതായിട്ടുള്ളത് ഏട്ട് ബിച്ചാരി ദബേ പാവോ ഭാഗി. അതാണ് നമ്മുടെ പോത്തിലുള്ള ലൈൻ എന്ന് പറയുന്നത്. ബിച്ചാരി ഏട്ട് ദബേ പാവോ ഭാഗി എന്നാക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഏട്ത തു കിസ് ലിയെ ഇത്ന രഹ എന്നുള്ളതിനെ തു കിസ് ലിയെ ഇത്ന ഏട്ത രഹ എന്നാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. ഏക് തിൻക ഹെ ബഹുത് തേരെ ലിയെ. തേരെ ലിയെ ഏക് തിൻക
ബഹത് ഹെ എന്നുള്ളത്. ആശയ സംജെ സഹി വാക്യ ബനായി. അപ്പൊ ഇവിടെ ഈ ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനോട് യോജിച്ച സെന്റൻസ് അല്ലെങ്കിൽ ലൈൻ കണ്ടുപിടിക്കാനാണ്. ഘമണ്ഡി, ഘമണ്ഡിനെ കുറിച്ച് എന്താണ് കവിതയിൽ പറയുന്നത്? മുണ്ടേർ പർ ഖടാ ഥ എന്നുള്ളതാണ്. പിന്നെ തിൻക, തിൻക എന്താണ് ഉണ്ടായത്? ദൂർ സെ ആക്കർ ആഖ് മേ പട് ഗയ. ഏഠ്, ഏഠ് എന്താണ് ചെയ്തത്? നമ്മളിപ്പോ തന്നെ പറഞ്ഞുള്ളൂ, ചുപ്കെ സെ ഭാഗ് ഗയി. ആഖ് ലാൽ ഹോക്കർ ദുഃഖ്നെ ലഗി എന്നുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് കവിത കി വിശ്ലേഷണാത്മക് ടിപ്പണി ലിഖേ എന്നുള്ളതാണ്. അപ്പോൾ വിശ്ലേഷണാത്മക് ടിപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവിതയുടെ ഒരു അനാലിസിസ് എഴുതുക എന്നുള്ളതാണ്. ആസ്വാദന ടിപ്പണിയുടെ അത്ര ഡീറ്റെയിൽഡ് ആവണമെന്നില്ല, ജസ്റ്റ് അതിൽ പറഞ്ഞിട്ടുള്ള തീമിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ओके, अब നോക്കാം നമുക്ക്. विश्लेषणात्मक टिप्पणी. अयोध्या सिंह उपाध्याय हरिओद की कविता एक तिनका में कवि ने मानव जीवन की एक महत्वपूर्ण सच्चाई को बड़े सरल ढंग से प्रस्तुत किया है. अयोध्या सिंह ഉപാധ്യായ് ജി, ഹരിയോദ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഏക് തിൻക എന്ന് പറഞ്ഞ ഈ ഒരു കവിതയില് മാനവ് ജീവൻ കി, മനുഷ്യ ജീവിതത്തിലെ ഏക് മഹത്വപൂർണ്ണ സച്ചായി, മഹത്വപൂർണ്ണ എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സച്ചായി, ഒരു യാഥാർത്ഥ്യത്തിനെ ബഡേ സരൽ ഢങ് സെ, വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഢങ് എന്ന് വെച്ച രീതിയിൽ പ്രസ്തുത് കിയാ ഹെ, എന്താണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കവി കഹത്തെ ഹെ കി വേ ഏഠ് അഥവാ അഹങ്കാർ സെ ഭരേ ഹുവേ ഥേ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളില് അഹങ്കാരം നിറഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഓർ ഖുദ് കോ ബഹുത് ബഡാ സമജ്തേ ഥേ, എന്നിട്ട് സ്വയം ഒരു വലിയ വ്യക്തിയാണ്, സുപ്പീരിയർ ആയിട്ടുള്ള ആളാണെന്നാണ് കരുതിയിരുന്നത്. ലേക്കിൻ തബി ഏക് ഛോട്ടാ സാ തിൻക ഉൻകി ആഖ് മേ ജാ പടാ. ആ സമയത്താണ് ഒരു ചെറിയ ഉണങ്ങിയ പുൽക്കഷ്ണം ദൂരെ നിന്ന് പറന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ വന്ന് പെട്ടത്. ആഖ് ലാൽ ഹോ ഗയി ഓർ ഉൻഹെ ദർദ് ഹോനെ ലഗ. കണ്ണ് ചുവന്നു, അദ്ദേഹത്തിന് വേദന എടുക്കാനായിട്ട് തുടങ്ങി. ലോക കപ്പിടോ സെ മൽനെ ലഗെ. അപ്പൊ ആളുകള് തുണി വെച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി നോക്കാനായിട്ട് തുടങ്ങി. തബ് ഇസ് ഛോട്ടെ സെ തിൻകെ കെ കാരണം ഉൻകാ ഘമണ്ഡ് ചൂർ ചൂർ ഹോ ഗയ. ആ സമയത്ത് ഈ ഒരു തിൻക കാരണം അദ്ദേഹത്തിന്റെ ഘമണ്ഡ്, അദ്ദേഹത്തിന്റെ അഹങ്കാരം ചൂർ ചൂർ ഹോ ഗയ എന്ന് വെച്ചാൽ പൊടിയായി പോയി എന്നുള്ളതാണ്, തകർന്ന് തരിപ്പണായി, അതാണ് ഉദ്ദേശിക്കുന്നത്. ജബ് കിസി തര തിൻക ബാഹർ നിക്ല തോ സമജ്നെ കവി കോ താനാ ദിയ. അങ്ങനെ കിസി തര എങ്ങനെയൊക്കെയോ ഈ തിൻക കണ്ണിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. തോ സമജ്നെ കവി കോ താനാദിയ. അപ്പൊ അദ്ദേഹത്തിന്റെ സമജ്, അദ്ദേഹത്തിന്റെ വിവേകം അദ്ദേഹത്തിന് ഇങ്ങനെ കുത്തി പറയുന്നത് പോലെ പറഞ്ഞു. അതാണ് താനാദേന എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ടോണ്ടിയ, ഇങ്ങനെ കൊള്ളിച്ച് പറയാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്, കളിയാക്കുകയും കൂടി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നതിനെയാണ് താനാദേന എന്ന് പറയാ. തൂ ഇത്തിന ഘമണ്ഡ് കിസ് ബാത് കാ കർ രഹാ ഥാ. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിവേകം ചോദിക്കുകയാണ്, നീ ഇത്രയും അഹങ്കരിച്ചത് എന്ത് കാര്യത്തിനായിരുന്നു? തേരെ ലിയേ തോ ഇക് തിൻക ഹി ബഹുത് ഹെ. നിന്നെ സംബന്ധിച്ച് ഒരു ചെറിയ തിൻക, ഈ ഒരു പുൽകഷ്ണം തന്നെ വളരെ വലിയ കാര്യമാണ്. അതായത് നിന്റെ അഹങ്കാരത്തിനെ തോൽപ്പിക്കാൻ വലിയ വലിയ സംഭവം ഒന്നും ഉണ്ടാവണ്ട, ഒരു തിൻക തന്നെ ധാരാളം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇസ് കവിത കി മാധ്യം സെ, ഈ ഇസ് കവിത എന്ന് തുടങ്ങുന്നത് രണ്ടാമത്തെ ഒരു പാരഗ്രാഫ് പോലെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇസ് കവിത കെ മാധ്യം സെ കവി യ സന്ദേശ് ദേത്തെ ഹെ कि मनुष्य को कभी अहंकार नहीं करना चाहिए. ഈ ഒരു കവിതയ്ക്ക് മാധ്യം എന്ന് വെച്ചാൽ കവിതയിലൂടെ അദ്ദേഹം ഒരു സന്ദേശം തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചാഹേ വ കിത്ന ഭി ശക്തിശാലി യ മഹാൻ ക്യോ ന ഹോ. ആ ഒരു വ്യക്തി, ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര ശക്തിശാലി ആയാലും എത്ര മഹാനായാലും അഹങ്കരിക്കരുത് എന്നുള്ളതാണ്. ഛോട്ടി സെ ഛോട്ടി ലഗ്നെ വാലി എക് ബാത്. ഇത് ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടോ, ബാത്ത് ഓർ ചീസ് എന്ന് എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്ലാഷ് ആണ് ഇത്, ഫുൾ സ്റ്റോപ്പ് അല്ല. ഏക് ബാത്ത് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏക് ചീസ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഛോട്ടി സെ ഛോട്ടി ലഗ്നെ വാലി ഏക് ചീസ് ബി, ഒരു എന്താണ് ഏറ്റവും ചെറുത് എന്ന് മൈന്യൂട്ടായിട്ട് തോന്നിക്കുന്ന ഒരു കാര്യം പോലും ഉസ്കാ ഗമണ്ഡ് തോട് സക്താ ഹെ, എന്താണ് മനുഷ്യന്റെ അഹങ്കാരത്തെ ബ്രേക്ക് ചെയ്യാനുള്ള കെൽപ്പുള്ള ഒന്നാണ്. ഇസ്ലിയെ ജീവൻ മേ ഹമേഷ വിനമ്രത അപ്നാനി ചാഹിയെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും വിനയം അല്ലെങ്കിൽ എളിമ എന്നുള്ള ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.